ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കായിട്ട് പരിഗണിക്കുന്ന ദിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറാണ്. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് ഏതൊക്കെ രീതിയിൽ നമ്മളെ ബാധിക്കുന്നു, അതിനെന്താണ് പരിഹാരം? അപ്പോൾ ഒരു കാരണവശാലും തെക്കു പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോകാനോ, തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വീട്ടിനകത്തോ പുറത്തോ വരാനോ, തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല, വേസ്റ്റ് വാട്ടറിന്റെ കുഴി വരാൻ പാടില്ല, ഇവിടെ കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ പാടില്ല. ഇനി സമ്പത്ത് കൊണ്ടുവരുന്ന മറ്റൊരു ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന പ്രധാന ഒരു ടൂൾ എന്ന് പറയുന്നത് മണി ഫ്രോഗ് ആണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കായിട്ട് പരിഗണിക്കുന്ന ദിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറാണ്. ആ തെക്കു പടിഞ്ഞാറിന്റെ ദിക്കിനെ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അവഗണിച്ചു കഴിഞ്ഞാൽ 8ന്റെ പണി തെക്കു പടിഞ്ഞാറിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും. അത് ഒരുപാട് വീടുകൾ കഴിഞ്ഞ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വീടുകൾക്ക് അത് അനുഭവമാണ്. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് ഏതൊക്കെ രീതിയിൽ നമ്മളെ ബാധിക്കുന്നു, അതിനെന്താണ് പരിഹാരം എന്നുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. വീടിനെ നമ്മൾ കറക്റ്റ് 9 തിരിക്കുന്നു. ഇത് വീടിന്റെ ഓരോ റൂമുകളൊന്നും അതിനകത്ത് മാർക്ക് ചെയ്യുന്നില്ല, ദിക്കുകൾ മാത്രം പറയാം. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല, വടക്ക് പടിഞ്ഞാറ് വായുകോണ്, വടക്ക് കിഴക്ക് ഈശാനകോണ്, തെക്ക് കിഴക്ക് അഗ്നികോണ്. 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമായി. ഇതിൽ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂല ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ആ വീടിന്റെ 8ൽ1 ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത്. അത് ഇവിടെ ഈ ഭാഗത്താണ്. ഇതാണ് കന്നിമൂല എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ ഭാഗത്ത് പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, ഈ 45 ഡിഗ്രിക്കകത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല. ടോയ്ലറ്റ് ഇവിടെ വന്നാൽ കന്നിമൂലയിലാവും, ഇവിടെ വന്നാലാവും, ഇതിലാകും. ഈ ഭാഗത്ത് എവിടെ വന്നാലും കന്നിമൂല ടോയ്ലറ്റ് ആവും. അതേസമയം വീടിന്റെ പുറത്തോ ഇവിടെ ടോയ്ലറ്റ് വന്നാലും കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് ആവും. അപ്പോൾ ഈ ഭാഗത്ത് എങ്ങും ടോയ്ലറ്റ് വരാനേ പാടില്ല. 2, ഈ ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് പാടില്ല. 3, ഈ ഭാഗത്ത് കിണറോ ബോർവെല്ലോ പാടില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. 4, ഇവിടെ വന്നിട്ട് വീടിന്റെ പണി എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിച്ചിട്ടിട്ട് പണിയാൻ പാടില്ല. ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വീടെല്ലാം ഉണ്ടാവും, പക്ഷെ ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഒരു മൂല കാണത്തില്ല, ഇത് ഒഴിച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടാണ്. എത്ര പൈസ വന്നാലും 10 പൈസ കയ്യിൽ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇനി ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചിലപ്പോൾ ഇത്രയും ഭാഗം ഇല്ലായിരിക്കാം, ഇവിടെ ഇത്രയും മാത്രം. അപ്പൊ എത്ര പോയി? ഇത്രയും ഭാഗം പോയി. എന്നാലും കന്നിമൂല മിസ്സിങ് ആയിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും തെക്കു പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോകാനോ, തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വീട്ടിനകത്തോ പുറത്തോ വരാനോ, തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല, വേസ്റ്റ് വാട്ടറിന്റെ കുഴി വരാൻ പാടില്ല, ഇവിടെ കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ പാടില്ല, ഈ ഭാഗത്ത് ഗേറ്റ് പാടില്ല, ഈ ഭാഗത്ത് വീടിന്റെ പ്രധാന വാതിൽ പാടില്ല, ഇവിടെ കാർ പോർച്ച് പാടില്ല, ഈ ഭാഗം താന്ന് കിടക്കാൻ പാടില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള നിർമ്മാണത്തിലെ വൈകല്യങ്ങളും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് തെക്കു പടിഞ്ഞാറ് വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടും. ഇനി നമുക്ക് തെക്കു പടിഞ്ഞാറ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമാണ്. അപ്പോൾ ആ സാമ്പത്തികം നമ്മുടെ കയ്യിലേക്ക് വരാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാം. ഇതെല്ലാം ഫെങ്ഷു പ്രകാരം അല്ലെങ്കിൽ വാസ്തുപ്രകാരം പറഞ്ഞു തരുന്ന റെമഡികളാണ്, നല്ല റിസൾട്ടുള്ള റെമഡികളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ പണപ്പെട്ടിക്കകത്ത് ഗോമതി ചക്രമാണ് ഈ കാണുന്നത്. ഗോമതി ചക്രമാണ്. ഇതിൻ്റെ 11 ഗോമതി ചക്രം. ഇതൊരു ഗോമതി ചക്രമാണ്. 2 സൈഡുകളുണ്ട്. ഇതിലെത്ര 11 ഗോമതി ചക്രം നിങ്ങളുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുക. ഇത് നിങ്ങളിലേക്കുള്ള സമ്പത്ത് നിലനിർത്താനായിട്ട് നല്ലൊരു ടൂളായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാസ്തുവിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുബേര കോയിൻസ്, ഇത്തരത്തിലുള്ള കോയിൻസ് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാവുന്നതാണ്. അതുപോലെ ഫെങ്ഷുയിൽ ഉപയോഗിക്കാവുന്ന ചൈനീസ് കോയിൻസ് ഉണ്ട്. അത് ഗോൾഡും ഉണ്ട്, കോപ്പറും ഉണ്ട്. ഇത് വന്നിട്ട് കോപ്പറിൻ്റെ കോയിനാണ്, ഇത് ഗോൾഡ് കോയിനാണ്. ഇതൊരു സെറ്റായിട്ടും നമ്മുടെ പണപ്പെട്ടികൾ സൂക്ഷിക്കാവുന്നതാണ്. ഇനി സമ്പത്ത് കൊണ്ടുവരുന്ന മറ്റൊരു ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന പ്രധാന ഒരു ടൂൾ എന്ന് പറയുന്നത് മണി ഫ്രോഗ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫ്രോഗ് ചുണ്ടിലൊരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നമ്മുടെ പ്രധാന വാതിലിൽ നിന്ന് വീട്ടിനുള്ളിലേക്ക് നോക്കി വയ്ക്കാം. ഒരുപാട് വീടുകളിൽ ഇത് വളരെ ഉയരത്തിൽ വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് തെറ്റാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.